തൃശൂരിലെ മൂന്നിടങ്ങളിൽ ATM കവർച്ച നടത്തി 65 ലക്ഷം കവർന്ന സംഘത്തെ കേരള പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടുനൽകി. തമിഴ്നാട്ടിൽ പിടിയിലായ സംഘത്തെയും കൊണ്ട് കേരള പോലീസ് തൃശൂരിലെത്തി. സേലം സെൻട്രൽ ജയിലിൽ കഴിയുന്ന 5 അംഗ ATM കവർച്ചാ സംഘമാണ് കേരള പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയത്. വിശദമായ തെളിവെടുപ്പ് നാളെ തന്നെ നടത്തും. കസ്റ്റഡി 3 ദിവസത്തേക്കാണെന്നാണ് അറിയുന്നത്. പുതിയ നിയമസംഹിത അനുസരിച്ച് പ്രതികളെ ഒന്നിലേറെ തവണ തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായി കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ അനുമതിയുണ്ട്. ആവശ്യമെങ്കിൽ വീണ്ടും ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസിന് അപേക്ഷ നൽകാം. മാപ്രാണം, തൃശൂർ, ഷൊർണൂർ റോഡിലെ ATM, കോലഴി, പൂവണി എന്നിവിടങ്ങളിൽ നാളെ തന്നെ തെളിവെടുപ്പ് നടത്തും. വിരലടയാളങ്ങൾ, CCTV ദൃശ്യങ്ങൾ എന്നിവയെല്ലാം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 27-നാണ് നാടിനെ ഞെട്ടിച്ച് ഒരേ ദിവസം 3 SBI ATMകൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർത്ത് 65 ലക്ഷം കവർന്നത്. കാറിലെത്തിയ 4 അംഗ സംഘമാണ് കവർച്ച നടത്തിയത്. പണവുമായി കടന്ന സംഘത്തെ തമിഴ്നാട് നാമക്കൽ പോലീസാണ് പിടികൂടിയത്. ഇവർ പണമടങ്ങിയ കാർ കണ്ടെയ്നറിൽ കയറ്റി നീങ്ങുകയായിരുന്നു. തമിഴ്നാട് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ സംഘാംഗമായ കണ്ടെയ്നർ ഡ്രൈവർ വെടിയേറ്റു മരിച്ചിരുന്നു. മറ്റൊരാൾക്ക് വെടിയേറ്റു. 2 പോലീസുകാർക്കും പരിക്കേറ്റു.